നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാം മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. ഇടവേള സമയത്ത് 2-1 ലീഡുമായിട്ട് കയറിപ്പോയ ബാഴ്സലോണയ്ക്ക് രണ്ടാം പകുതിയിൽ കാര്യങ്ങളൊക്കെ വലിയ രൂപത്തിൽ കൈവിട്ടു പോയി. 9 മിനിറ്റിനുള്ളിൽ 3 ഗോളുകൾ അവർ വഴങ്ങി. 65-ാമത്തെ മിനിറ്റ് മുതൽ 74-ാമത്തെ മിനിറ്റ് വരെയുള്ള സമയത്ത് 3 ഗോളുകൾ അടിച്ച് കയറ്റിക്കൊണ്ട് ജിറോണ വിജയം പിടിച്ചെടുത്തപ്പോൾ റയൽ മാഡ്രിഡ് ജേതാക്കളായി എന്ന് മാത്രമല്ല, ഈ സീസണിൽ FC ബാഴ്സലോണയ്ക്ക് ഒരു കിരീടവും ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. അവിടെയും തീർന്നില്ല. ജിറോണ അവരുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഒരു മത്സരത്തില് ഒറ്റ റിസൾട്ടില് ജിറോണ വിജയിച്ചപ്പോൾ പല കാര്യങ്ങളാണ് സംഭവിച്ചത്. എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കിയ ഒരു കളിയാണ്. ജിറോണയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ കളിയുടെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ ക്രിസ്റ്റൻസനിലൂടെ അവർ ലീഡ് എടുത്തു. 4-ാമത്തെ മിനിറ്റില് ഡൗബിക്കിലൂടെ ജിറോണ അതിന് മറുപടിയും കൊടുത്തു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി FC ബാഴ്സലോണയെ ലീഡിലേക്ക് കൊണ്ടുപോയതാണ്. പക്ഷേ രണ്ടാം പകുതിയിൽ ആ പറഞ്ഞ സമയമുണ്ടല്ലോ, 65 മിനിറ്റ് മുതലുള്ള 74 മിനിറ്റ് വരെയുള്ള സമയം, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്ന പോർട്ടുവിന്റെ ഇരട്ട ഗോളുകൾ അവിടെ പിറക്കുന്നു. കൂടാതെ ഗ്യൂട്ടിരസിന്റെ ഒരു ഗോളും. 65-ാമത്തെ മിനിറ്റിലാണ് പോർട്ടുവിന്റെ ആദ്യ ഗോൾ വരുന്നത്. പിന്നെ 67-ാമത്തെ മിനിറ്റിൽ ഗ്യൂട്ടിരസിന്റെ ഗോൾ കൂടി വന്നപ്പോൾ ബാഴ്സലോണക്ക് അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. 74-ാമത്തെ മിനിറ്റിൽ പോർട്ടു തന്റെ ബ്രേസ് പൂർത്തിയാക്കിയതോടെ 4-2 തോൽവിയിലേക്ക് FC ബാഴ്സലോണ വീണുപോയി. അങ്ങനെ വിജയിച്ച് നിന്നിടത്ത് നിന്ന് പരാജയത്തിലേക്ക് കൂപ്പുത്തുക. ഈ സീസണിൽ പലതവണ FC ബാഴ്സലോണക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. സ്മോൾ ഡീറ്റെയിൽസിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ബാഴ്സലോണ ഏതായാലും അതോടുകൂടി 34 കളികളിൽ നിന്ന് 73 പോയിന്റായി ബാഴ്സലോണ 3-ാം സ്ഥാനത്തേക്ക് വീഴുകയും 34 കളികളിൽ നിന്ന് 74 പോയിന്റായിട്ട് ജിറോണ 2-ാമതേക്ക് ഉയരുകയും ചെയ്തു. ജിറോണ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അവരുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.